ഉനൈ എമറിയുടെ മാജിക് ഒന്നും പാരീസിൽ ലൂയിസ് എൻറിക്കയുടെ പുതിയ ബ്രാൻഡ് ന്യൂ PSG മുമ്പിൽ വില പോയില്ല എന്ന് പറയേണ്ടി വരും. ഒന്നാം തരം ഒരു ഡിസ്പ്ലേ ലിവർപൂളിനെതിരെ പ്രീ ക്വാർട്ടറിൽ കാഴ്ചവെച്ച പ്രകടനത്തെ ഒരു അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായുള്ള ഒരു പെർഫോമൻസ് ആണ് PSG ആസ്റ്റൺ വില്ലക്കെതിരെ കാഴ്ചവെച്ചു. 3-1 തകർപ്പൻ വിജയം സ്വന്തമാക്കി ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ലെഗ് ക്വാർട്ടറിൽ ഒരു നിർണായക അഡ്വാൻറ്റേജ് സ്വന്തമാക്കിയിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും തുടക്കം മുതൽ അറ്റാക്ക് ചെയ്താണ് PSG കളിച്ചത്. PSG ഒരു പോസിറ്റീവ് ഫുട്ബോൾ കാണാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ചന്തമുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് മികച്ച രീതിയിൽ നല്ല ഏകോപനത്തോടെ താരങ്ങൾ തമ്മിലുള്ള ധാരണയോടെയൊക്കെയാണ് അവർ കളിച്ചത്. രണ്ട് വിങ്ങിൽ കൂടി ഇപ്പൊ റൈറ്റ് വിങ്ങിലാണെങ്കിൽ ഡിസൈറെ ഡുവെ, ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ പിച്ച കൊരസ്കേലിയ, ഇവർ രണ്ടുപേരും തുടരെ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരുന്നു. അതിനൊപ്പം അവർ രണ്ടുപേരെയും മുന്നിൽ നിന്ന് നയിക്കാൻ ഡെംബലെ, പിന്നെ അഷ്റഫ് ഹക്കീമിയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകൾ, അതുകൂടാതെ പറയുകയാണെങ്കിൽ വിറ്റീനിയയുടെ അല്ലെങ്കിൽ ജാവോ നെവസ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു മിഡ്ഫീൽഡിലെ ഒരു ഭരണം. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കാഴ്ചവെക്കാൻ ലൂയിസ് എൻറിക്കയുടെ PSG സാധിച്ചു എന്നുള്ളതാണ്. ഒരു ഗോൾ ആദ്യം വഴങ്ങിയപ്പോൾ 35-ാം മിനിറ്റിൽ കളിയുടെ ഗതിക്ക് വിപരീതമായിട്ട് ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ PSG സാധിച്ചു. പിന്നീട് 3 ഗോളുകൾ തിരിച്ചടിച്ച് 3-1 ആധികാരിക ജയം തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ക്വാർട്ടറിൽ പാരീസ് സെന്റ് ജർമ്മൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഫസ്റ്റ് ലെഗിൽ ഒരു 2 ഗോളിന്റെ കുഷൻ ഉള്ളത് എപ്പോഴും PSG കുണം ചെയ്യും. പ്രത്യേകിച്ച് സെക്കൻഡ് ലെഗ് വരുന്നത് ആസ്റ്റൺ വില്ലയുടെ ബർമിംഗ്ഹാമിലെ ഗ്രൗണ്ടിലാണ്, വില്ല പാർക്കിലാണ്. അപ്പോൾ അവിടെ ആ ഒരു അഡ്വാൻറ്റേജോടെ കളിക്കാൻ പറ്റും എന്നുള്ളതാണ് PSG ഇതുവഴി ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. എന്തായാലും മനോഹരമായുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഇപ്പം 35-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഒരു നീക്കം വരുന്നു. അതിനുശേഷം മോർഗൻസ് ഗോൾ നേടുന്നു. പക്ഷെ അവിടെ നിന്നും കുലുങ്ങാതെ തന്നെ 4 മിനിറ്റിനുള്ളിൽ ഡെസറെ ഡുവെ PSG ഒപ്പം എത്തിക്കുന്നു. അതൊരു മനോഹരമായ ഒരു ഗോളായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു ഗംഭീര ഷോട്ടായിരുന്നു. ഒരു തകർപ്പൻ ഇൻഡിവിജ്വൽ ഗോൾ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് എക്സാമ്പിൾ ആയ ഒരു സോളോ ഗോൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഡിസൈറെ ഡുവയുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടാലന്റ് നമുക്കറിയാം. 19 വയസ്സുമുള്ള മാത്രമുള്ള ഒരു യങ് ടാലന്റഡ് പ്ലെയർ ആണ്. അപ്പം എന്തായാലും അതിനുശേഷം ഡുവോയുടെ ഭാഗത്ത് നിന്നുള്ള അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 49-ാം മിനിറ്റ് സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ പിച്ചയുടെ മാസ്റ്റർ ഗോൾ, അതൊന്നും പറയാനില്ല, ഒന്നാന്തരം ഒരു ഗോൾ തന്നെയായിരുന്നു. കാരണം ആ ഒരു താരത്തിന്റെ ഒരു ഡ്രിബ്ലിംഗ് മികവും പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് സ്കില്ലൊക്കെ വ്യക്തമാക്കുന്ന കൊരഡോണ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറുടെ ആ ഒരു ഡിസ്പ്ലേ ശരിക്കും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ അവസാനം ന്യൂനോ മെൻഡസ് ആദ്യ ഗോള് വഴങ്ങാൻ കാരണക്കാരനായ ന്യൂനോ മെൻഡസ് ആ ഒരു പ്രായശ്ചിത്തം ചെയ്തു അവസാനം. അതും ഒരു മനോഹരമായുള്ള ഒരു ഫിനിഷ് തന്നെയായിരുന്നു. ന്യൂനോ മെൻഡസ് ഒരു ലെഫ്റ്റ് ബാക്ക് ആണ്, ഒരു ഡിഫൻഡറാണ്. പക്ഷെ ഒരു ഫോർവേഡിനെ അല്ലെങ്കിൽ ഒരു സെന്റർ ഫോർവേഡിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷ് ആയിരുന്നു, ഡ്രിബിളൊക്കെ ചെയ്തുള്ള ഒരു ഫിനിഷ് ആയിരുന്നു ന്യൂനോ മെൻഡസിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു സ്റ്റോപ്പേജ് ടൈമിൽ ഉണ്ടായത്. അതിന് കൂടാതെ തന്നെ ആ ഒരു ഗോളുകളൊന്നും കൂടാതെ തന്നെ വേറെയും അവസരങ്ങൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ PSG സാധിച്ചു. ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആസ്റ്റൺ വില്ലയ്ക്ക് ആ ഒരു ഗോൾ നേടാൻ സാധിച്ചു എന്നതിലുപരി കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല. സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു ബസ് പാർക്കിംഗ് ലൈനിലേക്ക് ഉനൈ എമറിക്ക് ആസ്റ്റൺ വില്ലയെ കൊണ്ടുപോകേണ്ടി വന്നു. ഇപ്പൊ ടോട്ടലായിട്ട് ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 29 ഷോട്ടുകളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് PSG അടിച്ചത്. ആസ്റ്റൺ വില്ലയ്ക്കാണെങ്കിൽ വെറും 7 ഷോട്ടുകളും 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് നേടാൻ സാധിച്ചത്. പിന്നെ പൊസഷൻ ആണെങ്കിൽ 76% പൊസഷൻ PSG-ക്കൊപ്പമായിരുന്നു. അപ്പം മൃഗീയമായുള്ള ഒരു ഡൊമിനേഷൻ PSG-ക്ക് നേടാൻ സാധിച്ചു ആസ്റ്റൺ വില്ലയ്ക്കെതിരെ എന്നുള്ളതാണ്. കാരണം ആ ഒരു ഡിസിപ്ലിൻ അതൊക്കെ തന്നെയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഉയർത്തിക്കാട്ടാൻ തോന്നുന്നത്. കാരണം കഴിഞ്ഞ സീസണുകളിലൊക്കെ വമ്പൻ താരനിര ഉണ്ടായിട്ട് ഒന്നും നേടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വാർത്തകൾക്കൊപ്പം കറങ്ങിയിരുന്ന PSG ശരിക്കും അടിമുടി മാറ്റിയെടുത്തിരിക്കുകയാണ് ലൂയിസ് എൻറിക്കെ. ലൂയിസ് എൻറിക്കയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം യുവതാരങ്ങളെ, ടാലന്റഡ് ആയുള്ള യുവതാരങ്ങളെ വെച്ചുകൊണ്ട് ഒരു മികച്ച രീതിയിൽ ഏകോപനത്തോടെ പരസ്പര ധാരണയോടെ കളിക്കുന്ന ഒരു PSG-യാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാ താരങ്ങൾക്കും അവരുടെ റോള് ഭംഗിയായിട്ട് നിറവേറ്റാൻ അറിയാം. എന്താണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കളിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. വിറ്റീനിയയുടെ ഒന്നും പെർഫോമൻസ് ഇനി കൂടുതൽ എടുത്ത് പറയേണ്ടതില്ല. കാരണം ലിവർപൂളിനെതിരെ അദ്ദേഹം കാഴ്ചവെച്ച പെർഫോമൻസ് നമുക്കറിയാം. അതേ രീതിയിൽ തന്നെ മിഡ്ഫീൽഡ് ഭരിക്കുന്ന ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആണ് വിറ്റീനിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജാവോ നെവസ് ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനമാണ് മൈതാനത്ത് പുറത്തെടുത്തത്. ഈ ഒരു PSG ശരിക്കും എല്ലാവരും ഭയക്കണം. കാരണം PSG-ക്ക് ഇനിയിപ്പം 2ാം ലെഗ് ക്വാർട്ടർ കടന്ന് സെമിയിലേക്ക് എത്തുകയാണെങ്കിൽ ആസനിലോ റയൽ മാഡ്രിഡോ ആയിരിക്കും എതിരാളികൾ. അപ്പം PSG ഇപ്പം ഈ ഒരു ടൂർണമെന്റിലെ തന്നെ
ഏറ്റവും ഒരു പ്രോസ്പെക്റ്റീവ് ആയുള്ള നിരയായിട്ട് മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. ആസ്റ്റൺ വില്ലയുടെ ഭാഗത്തു നിന്ന് PSG-ക്കെതിരെ ഈ ഒരു പെർഫോമൻസ് അല്ല എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ അത്രയ്ക്കും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ആസ്റ്റൺ വില്ല ഇതുവരെ കാഴ്ചവെച്ചിരുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ വരുമ്പോൾ വേറൊരു ആസ്റ്റൺ വില്ല ആയിരുന്നു ഈ സീസണിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്തായാലും വളരെ നിരാശപ്പെടുത്തുന്ന പെർഫോമൻസ് തന്നെയാണ് വില്ലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു ഗോൾ അവർ നേടിയപ്പോൾ, ഓർക്കാപ്പുറത്ത് നേടിയ ഒരു ഗോൾ സ്വന്തമാക്കിയപ്പോൾ അവർ കുറച്ചും കൂടെ ആ ഒരു ഡിഫൻസിലേക്ക് ഊന്നി ഈ മത്സരം ഒന്ന് എങ്ങനെയെങ്കിലും ഒരു നേരിയ വിജയോ അല്ലെങ്കിൽ ഒരു സമനില വഴി സെക്കൻഡ് ലെഗിലേക്ക് എത്തിച്ച് അവിടെ എന്തെങ്കിലും സ്വന്തം ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം കാട്ടാന്നുള്ളൊരു ടാക്ടിക്സ് ആയിരുന്നു അവർ പയറ്റിയിരുന്നത്. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. പിന്നെ പറയേണ്ടത് എമിലിയാനോ മാർട്ടിനസിന്റെ കുറച്ച് സേവുകളാണ്. അദ്ദേഹത്തിന് 3 ഗോളുകൾ വഴങ്ങേണ്ടി വന്നു. പക്ഷെ അതിനൊപ്പം തന്നെ നല്ല 2-3-4 സേവുകൾ ഉണ്ടായിരുന്നു. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയൊരു മാർജിനിൽ ആസ്റ്റൺ വില്ല പരാജയപ്പെടേണ്ടതായിരുന്നു. ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആസ്റ്റൺ വില്ലയുടെ പെർഫോമൻസ് ആണെങ്കിലും PSG-യുടെ പെർഫോമൻസ് ആണെങ്കിലും ഇതിനെ എങ്ങനെ നിങ്ങൾ വിലയിരുത്തുന്നു? PSG-യുടെ ഈ ഒരു മാറ്റം, അടിമുടിയുള്ള ഒരു മാറ്റം, അതിനെ നിങ്ങൾ എങ്ങനെ കാണണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.